അമേരിക്ക അവകാശപ്പെടുന്നത് പോലെ അത്ര എളുപ്പത്തിൽ ഇറാനെ മുട്ടുകുത്തിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സജീവമായി ഉയരുന്നത്. ഇറാന്റെ ആയുധശേഖരം തീർന്നുകൊണ്ടിരിക്കുകയാണെന്നും മിസൈലുകളുടെ എണ്ണം കുറഞ്ഞത് മൂലം അവർ തളർന്നു കഴിഞ്ഞുവെന്നുമാണ് ഇന്ന് രാവിലെ മുതൽ അമേരിക്കൻ അനുകൂല മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കുറഞ്ഞത് ഇതിന്റെ തെളിവായി ഇവർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ പാശ്ചാത്യ ലോകത്തിന്റെ ഈ കണക്കുകൂട്ടലുകളെ പരിഹസിച്ചുകൊണ്ടാണ് ഇറാനിയൻ മാധ്യമങ്ങൾ രംഗത്തു വരുന്നത്. ഇതൊരു തളർച്ചയല്ല, മറിച്ച് ഡൊണാൾഡ് ട്രംപ് വിരിച്ച ചതിക്കുഴിയിൽ വീഴാതിരിക്കാനുള്ള ഇറാന്റെ തന്ത്രപരമായ പിൻവാങ്ങൽ മാത്രമാണെന്ന് അവർ വ്യക്തമാക്കുന്നു. അറബ് രാജ്യങ്ങളെ തമ്മിലടിപ്പിച്ച ഗൾഫ് മേഖലയിലാകെ ഒരു മഹാവിനാശം സൃഷ്ടിക്കാനും അതിലൂടെ ഇറാനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തി ലാഭം കൊയ്യാനുമാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ സൈനിക താവളങ്ങളുള്ള ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ തുടർച്ചയായി ആക്രമിക്കുമ്പോൾ അത് ആ രാജ്യങ്ങൾക്കിടയിൽ വലിയ അസ്വസ്ഥതയും ഭീതിയും ഉണ്ടാക്കുമെന്ന് ട്രംപിന് അറിയാമായിരുന്നു. ഈ സാഹചര്യം മുതലെടുത്ത് ഗൾഫ് രാഷ്ട്രങ്ങളെ ഏകോപിപ്പിച്ച് ഇറാനെതിരെ ഒരു സംയുക്ത സൈനിക നീക്കം നടത്താനായിരുന്നു അമേരിക്കയുടെ പ്ലാൻ. അതിന്റെ ആദ്യ പടിയായി ഒമാൻ ഒഴികെയുള്ള 6 ഗൾഫ് രാജ്യങ്ങളെ കൊണ്ട് ഇറാനെതിരെ സംയുക്ത പ്രസ്താവന ഇറക്കാനും ട്രംപിന് കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ സമ്മർദ്ദതന്ത്രം തിരിച്ചറിഞ്ഞ ഇറാൻ അമേരിക്കൻ കെണിയിൽ നിന്നും സമർത്ഥമായി വഴുതി മാറുകയാണ്. ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം വഷളാകുന്നത് തങ്ങളെ ഒറ്റപ്പെടുത്തുമെന്ന് തിരിച്ചറിഞ്ഞ ഇറാൻ അറബ് രാഷ്ട്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ മനഃപൂർവ്വം കുറച്ചു. തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാനുള്ള അമേരിക്കൻ സാമ്രാജ്യത്വ ബുദ്ധിക്ക് മുന്നിൽ തങ്ങൾ കീഴ്പ്പെടില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ നൽകുന്നത്. പകരം അവരുടെ ലക്ഷ്യം ഇപ്പോൾ കൃത്യമായി ഇസ്രായേലിലേക്കും കടലിൽ നിലയുറപ്പിച്ചിരിക്കുന്ന അമേരിക്കൻ പടക്കപ്പലുകളിലേക്കുമായി മാറിയിരിക്കുന്നു. ഇസ്രായേലിലെ മെത്തുലയും തുറമുഖ നഗരമായ ഹൈഫയും ലക്ഷ്യമാക്കി ഹിസ്ബുള്ളയും ഇറാനും ചേർന്ന് നടത്തുന്ന ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇറാൻ ആക്രമണം നിർത്തി എന്ന വാർത്തകൾ വെറും മിഥ്യയാണെന്ന് തെളിയിക്കുന്നതാണ് അതിർത്തികളിൽ നിന്നുള്ള വിവരങ്ങൾ. നിരവധി കേന്ദ്രങ്ങളിലേക്ക് ഇപ്പോഴും തീമഴ പെയ്യിക്കുന്ന വിധത്തിൽ മിസൈലുകൾ പ്രവഹിക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളെ പിണക്കാതെ തന്നെ ഇസ്രയേലിനെയും അമേരിക്കൻ സൈനിക സന്നാഹങ്ങളെയും നേരിടുക എന്ന പുതിയ യുദ്ധതന്ത്രമാണ് ഇറാൻ ഇപ്പോൾ പയറ്റുന്നത്. ഇറാന്റെ മിസൈൽ ലോഞ്ച് പാഡുകൾ തകർത്തു എന്ന അമേരിക്ക വീമ്പിളക്കുമ്പോഴും തങ്ങളുടെ പക്കൽ ഇനിയും വൻ ആയുധ ശേഖരമുണ്ടെന്ന് തെളിയിക്കുന്ന ഭൂഗർഭ മിസൈൽ കേന്ദ്രങ്ങളുടെയും അത്യാധുനിക ഡ്രോണുകളുടെയും ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടിരിക്കുന്നു. യുദ്ധം 5ാം ദിവസം പിന്നിടുമ്പോഴും ഇസ്രയേലിന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങാനോ അമേരിക്കയ്ക്ക് മുന്നിൽ വെളുത്ത കൊടി കാണിക്കാനോ ഇറാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ടെഹ്റാനിൽ നിന്നുള്ള ഓരോ ചലനവും വ്യക്തമാക്കുന്നത്.